പറയാനുള്ളത്, എൻ്റെ ഫാമിലി അത്രത്തോളം ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനെ അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്രൂഫ് വേണോ എന്ത് വേണോ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഒന്നുമല്ല. ഇത് പുറത്ത് വരുമ്പം ഈ ജാസ്മിൻ പുറത്ത് വരുമ്പം ഈ ഒരു കാര്യത്തിന് അവൾ ഒരു കള്ളം അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എല്ലാ ഫ്രണ്ട്സ് ഉൾപ്പെടെ നമ്മളെ ഫുൾ സർക്കിൾ ഉൾപ്പെടെ പുറത്ത് പബ്ലിക്ക് വന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ എന്താ സംഭവം. ഇത് ഞാൻ വളരെ എല്ലാം ഒന്ന് തുറന്ന് പറഞ്ഞിട്ടില്ല. വെറുതെ എന്തിനാ ആ കൊച്ചിൻ്റെ ശരി ആ ഒരു ജീവിതമുണ്ട് മുന്നോട്ട്. അവൾ ആരെ വേണോ കല്യാണം കഴിക്കട്ടെ. ഞാൻ പറയുന്ന അവൾ ഗബ്രി കല്യാണം കഴിച്ചോട്ട് പോട്ടെ, ഒരു പ്രശ്നമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷെ ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചീറ്റിങ് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ കുറേ പേര് ഇവിടെ കിടന്ന് കാണിക്കുന്നുണ്ട് എന്ത് ബന്ധം, അത് ബന്ധം, ഇത് ബന്ധം. ബന്ധങ്ങൾക്ക് വിലയുണ്ട് ഈ നാട്ടിൽ. ബന്ധങ്ങൾക്കെന്ന് പറഞ്ഞ സാധനത്തിന് വിലയുണ്ട്. അത് വില വെച്ചില്ലെങ്കിൽ പിന്നെ പുതിയ ജനറേഷൻ, വരുന്ന ജനറേഷനിൽ എന്ത് മെസ്സേജാണ് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ? ഞാൻ വളരെ റെസ്പെക്റ്റോടെ പറഞ്ഞു. അവൾ എൻ്റെ അടുത്ത് നമ്മുടെ റിലേഷൻഷിപ്പിന് ക്ലോഷർ തന്നിട്ട് അവൾ ഗബ്രി അടുത്ത് പ്രേമിക്കുകയോ കല്യാണം കഴിക്കുകയോ എന്ത് വേണോ ചെയ്തുകൊണ്ട് പോട്ടെ, ഒരു പ്രശ്നമില്ല. വേറെ ആരെ വേണോ എന്തോ കല്യാണം കഴിച്ചോട്ട് പോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. റിലേഷൻഷിപ്പ് ഉണ്ടായി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം അത് ന്യായീകരിച്ചുകൊണ്ട് വന്ന് നമ്മളെ തന്നെ അങ്ങിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ടോക്സിക്കാണ് മറ്റതാണ് മറിച്ചത്. നിങ്ങൾ തന്നെ ജാസ്മിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കുക അഫ്സൽ എന്നുള്ളൊരു വ്യക്തി എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ്. എനിക്കിതിനെക്കാട്ടി ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. പിന്നെ അവൾ ഇപ്പോൾ ഗിഫ്റ്റും അതും ഇതും അതൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അതൊക്കെ കഴിഞ്ഞു. ഈ വിഷയം ഇവിടെ കഴിഞ്ഞു. അവളവിടെ തിട്ടിരിക്കുന്ന പല സാധനങ്ങളായാലും ഞാൻ വാങ്ങിച്ചു കൊടുത്തത് അവിടെ ഇട്ടുകൊണ്ട് പോയി. എനിക്കതിനിപ്പോൾ അതിന് തിരിച്ചെന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും വേണ്ട. എനിക്ക് കുറച്ച് മനസമാധാനം തന്നാൽ മതി എല്ലാവരും കൂടെ. കാരണം അത്രത്തോളം ഈ ഒരു വിഷയം കാരണം എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് അത്രയും മോശമായി. അതുള്ള വീട്ടുകാർക്കും അറിയാം, എൻ്റെ വീട്ടുകാർക്കും അറിയാം, നമ്മുടെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അവരെ എന്ത് പറഞ്ഞ് എനിക്ക് നന്ദി പറയണമെന്നൊന്നും എനിക്കറിയില്ല. കാരണം അവർക്ക് ഒട്ടും ഞാൻ ഒരു കാര്യം പറയാം, ജാസ്മിൻ തിരിച്ച് പുറത്ത് വരുമ്പോൾ അവൾ വെച്ചിരുന്ന ഒരു ക്ലോസ് സർക്കിൾ ഉണ്ടല്ലോ, അതവിടെ ഉണ്ടാവില്ല. കാരണം അത് പോയി. അത്രയും എനിക്ക് പറയാനുള്ളൂ ഈ കാര്യത്തിൽ. എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ളൂ ഒറ്റൊരു കാര്യമുള്ളൂ, ദയവ് ചെയ്ത് ഇനി ദ്രോഹിക്കരുത്. ആവശ്യത്തിന് ഈ പെണ്ണ് കാരണം ഇവള് തന്നെ എന്നെ ദ്രോഹിച്ച് കഴിഞ്ഞു. ഇനി ഇതിനെക്കാട്ടി ദ്രോഹം വാങ്ങിച്ചു കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഇതിനെക്കാട്ടി കൂടുതലൊന്നും പറയാനില്ല. പിന്നെ എനിക്കറിയത്തില്ല എന്തിനാണ് ഈ പെൺകുട്ടി ചെയ്തത് ഇങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. അത് എക്സ്പ്ലനേഷൻ വന്ന് തരട്ടെ. ഗെയിമോ നിങ്ങൾ ഇനിയിപ്പോൾ അവളുടെ ഗെയിം കണ്ട് അവളെ സപ്പോർട്ട് ചെയ്തോളൂ. എനിക്കൊരു പ്രശ്നമില്ല. അവൾ ജയിച്ചാലും തോറ്റാലും എന്താണെങ്കിലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ എന്നോട് ചെയ്തതിന് ഒരിക്കലും എനിക്ക് മാപ്പ് എന്നുള്ളൊരു സാധനം കൊടുക്കാൻ പറ്റില്ല. എനിക്കല്ല, ഒരാൾക്ക് പോലും, ഒരു പാർട്ട്ണറിന് പോലും കൊടുക്കാൻ പറ്റില്ല. എത്ര ന്യായീകരിച്ചാലും ശരി, ഇത്രയും കള്ളങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്കത് തിരിച്ച് പിടിച്ച് വെക്കാൻ പറ്റാത്തൊരു സാധനമാണ്. എനിക്കൊരിക്കലും ആ പെൺകൊച്ചിനെ എനിക്ക് ഇനി ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമുണ്ട്. നിങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൂടെ, അങ്ങനെ ആക്കിക്കൂടെ, ഇങ്ങനെ ആക്കിക്കൂടെ, പുറത്തൊന്ന് കേട്ടൂടെ. ഇത് മാത്രമല്ല, ഇതിന് പിറകെ കുറേ കാര്യങ്ങളുണ്ട്. എനിക്കത് പറയാൻ പറ്റില്ല പുറത്ത് വന്ന്. കാരണം അത് ബാധിക്കുന്ന വേറെ കുറേ ആൾക്കാരുണ്ട്. അവരെയൊക്കെ പിടിച്ച് ഭാഗത്തിടേണ്ട ആവശ്യമില്ല എനിക്ക്. ഇവള് ബിഗ് ബോസിൽ പോകുന്ന മുമ്പ് 2 ആഴ്ച മുമ്പ് നമ്മുടെ ഈ ഓർപ്പിക്കൽ ഞാൻ വീട്ടിൽ പോകുന്ന ഫെബ്രുവരി 15-ാം തീയതിയാണ്. അപ്പം അതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ ഇവളുടെ വീട്ടിൽ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇത് ഇവള് ഒരു നില നിന്ന് എന്നെ വിളിപ്പിച്ചു. അഫ്സലൊക്കെ അത്തേ വിളിക്കുന്നു പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരു നില നിർത്തി. ഞാൻ പറഞ്ഞു എടി പയ്യെ വിളിച്ചാൽ പോരെ, അല്ലെങ്കിൽ പിന്നെ ഇല്ല പറ്റില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റൊരു കാര്യമാണ്. എൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആമലിൻ്റെ അടുത്ത് അഷിയുടെ അടുത്തൊക്കെ വിളിച്ച് ഇങ്ങനെ പറയും ഇതിന് അവരുടെ അടുത്ത് പറഞ്ഞ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ, അഫ്സലൊക്കെ നിങ്ങളിപ്പോൾ ഒന്ന് വീട്ടിൽ സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി വന്നു കഴിഞ്ഞിട്ട് എന്നെ വീട്ടുകാർ ആരെങ്കിലും നിർബന്ധിച്ച് ആരെയും കെട്ടിക്കും, അങ്ങനെ പറ്റൂല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രയും അവൾ സീരിയസ്നെസ് കാണിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ വീട്ടുകാരെ മാക്സിമം കൺവിൻസ് ചെയ്തു. എനിക്കറിയില്ല എൻ്റെ ഫാദർ എന്നിട്ടും
കൺവിൻസ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പുള്ളിക്കാരൻ്റെ കാല് വീണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്ലീസ്, ഇത്രയും നല്ല കുട്ടിയാണ്, ഫാമിലി ഓറിയൻറ്റഡ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതേപോലെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവള് ആ ബിഗ് ബോസിൽ കാണിച്ച് കൂട്ടിയത്. എൻ്റെ ഫാദർ എൻ്റെ കൈ വീഡിയോ കൊണ്ട് കാണിക്കുക, ഇതാണോ നീ പറഞ്ഞ പെണ്ണ്, ഇതാണോ നീ പറഞ്ഞ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെൺകൊച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവരുടെ മുമ്പിൽ എനിക്കൊന്നും പറയാനില്ല. അവരുടെ മുമ്പിൽ ഞാൻ ഒരുമാതിരി നാണം കെട്ട്, എനിക്ക് അറിഞ്ഞൂടാ ഞാൻ അതിൽ നിന്ന് പുറത്ത് വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇതിന് എനിക്ക് പറ്റില്ല. ഈ ഒരു മാറ്റർ, അല്ലെങ്കിൽ എനിക്ക് ആ വിശ്വാസം പോയി, എൻ്റെ വിശ്വാസം അവൾ ബ്രേക്ക് ചെയ്തു, എനിക്ക് തന്ന പ്രോമിസ് അവൾ ബ്രേക്ക് ചെയ്തു. ഇനി എനിക്ക് അങ്ങനെ ഒരു സംഭവം എൻ്റെ ലൈഫിലില്ല. അതുകൊണ്ട് എന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ആർമിക്കാരായാലും ശരി, ആരായാലും ശരി, എന്നെ ഇതിൽ നിന്ന് ഒഴിച്ച് തന്നാൽ മാത്രം മതി. എനിക്ക് വേറെ ഒന്നും ചെയ്യരുത്.